നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭാരതവുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കണം. ഇടക്കാല സർക്കാരിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനരഹിതവും പരിഹാസ്യവുമെന്നും ജയശങ്കർ. ഡൽഹിയിൽ ആപ്പിനെ പൂട്ടാൻ BJP. ആം ആദ്മിയുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ട് നാളെ നിയമസഭയിൽ. 8ാമത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞ ചെയ്ത് MLA-മാർ. മഹാകുംഭമേള അവസാനിക്കാൻ ഒരു ദിവസം മാത്രം. ബുധനാഴ്ച ശിവരാത്രി സ്നാനത്തോടെ കുംഭമേളയ്ക്ക് പരിസമാപനമാകും. പ്രയാഗ്രാജിലേക്ക് ഭക്തജനപ്രവാഹം. മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ഓക്സിജൻ നൽകുന്നത് തുടരുന്നു. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ആശുപത്രി മുറിയിലിരുന്ന് ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തതായി വത്തിക്കാൻ. ഉക്രൈന് പിന്തുണയുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ജസ്റ്റിൻ ട്രൂഡോയും. ചർച്ചയായി ഉക്രൈന്റെ പ്രതിരോധവും ട്രംപിന്റെ നിലപാടുകളും. വിശദമായ വാർത്തയിലേക്ക്. അസമിലെ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അസമിലെ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി ഭാരതം. ഇടക്കാല സർക്കാരിന്റെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് കോട്ടം വരുത്തി. ഭാരതവുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധികൾ നിരന്തരം അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം. അടിസ്ഥാനരഹിതവും പരിഹാസ്യവുമായ പ്രസ്താവനകളാണ് മുഹമ്മദ് യൂനുസ് സർക്കാരിലെ പ്രതിനിധികൾ നിരന്തരം ഭാരതത്തിനെതിരെ നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് യൂനുസ് സർക്കാർ വിള്ളൽ വീഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ തുടർന്നുള്ള സമീപനം അനുസരിച്ചായിരിക്കും അവരുമായുള്ള ബന്ധമെന്നും ഭാരതവുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കണമെന്നും എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. About what kind of relationship we want. We have sent a very clear signal saying, look, okay, you are a neighbor, we would like things to calm down, we would like the trade, the contacts and other things, but we would obviously not like to see messaging and signaling which is continuously hostile in a way to India. ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ശക്തമായി വിമർശിക്കുന്നതും ഉഭയകക്ഷി ബന്ധം മോശമാക്കാനുള്ള കാരണമാണെന്നും ജയശങ്കർ വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ ഭാരതം നൽകുന്ന പിന്തുണയും വിമോചന പോരാട്ടത്തിലെ ഇടപെടലും ഉൾപ്പെടെ വിസ്മരിച്ചുകൊണ്ടുള്ള യൂനുസ് സർക്കാരിന്റെ നയങ്ങൾക്കും പ്രതികരണത്തിനുമുള്ള മറുപടി കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ വ്യോമസേനാ താവളത്തിന് നേരെ ആൾക്കൂട്ടാക്രമണം. സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോക്സി ബസാർ വ്യോമത്താവളത്തിലെത്തിയ നാട്ടുകാരാണ് ആക്രമണം അഴിച്ചുവിട്ടത്. നാട്ടുകാരും ചില വ്യോമസേനാ ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ഭൂമി തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട്. വ്യോമസേനാ താവളത്തിന് നേരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതോടെ സേനാ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 30-കാരനായ വ്യാപാരി കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. ഇന്നത്തെ ഭാരതത്തിൽ ലോകം പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലകളിലും രാജ്യം അതിവേഗത്തിൽ വളരുകയാണ്. വരും വർഷങ്ങളിലും അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഭാരതം തുടരുമെന്ന് ലോകബാങ്ക് ചൂണ്ടിക്കാട്ടി. ലോകത്തിന്റെ ഭാവി ഭാരതത്തിലെന്ന് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഭാരതത്തെ സൗരോർജ്ജത്തിന്റെ സൂപ്പർ പവർ എന്നാണ് UN സംഘടന വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ഓരോ നിക്ഷേപകന്റെയും ആത്മവിശ്വാസം ഇരട്ടിയായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. साथियों, भारत के इतिहास में ऐसा अवसर पहली बार आया है जब पूरी दुनिया
भारत के लिए इतनी ऑप्टिमिस्टिक है। पूरी दुनिया में चाहे सामान्य जन हो, अर्थनीति के एक्सपर्ट हो, विभिन्न देश हो या फिर इंस्टीट्यूशन, सभी को भारत से बहुत आशाएं हैं। पिछले कुछ हफ्तों में जो कमेंट्स आए हैं वो भारत में हर इन्वेस्टर का उत्साह बढ़ाने वाले हैं। कुछ दिन पहले ही वर्ल्ड बैंक ने कहा है भारत आने वाले सालों में ऐसे ही दुनिया की फास्टेस्ट ग्रोइंग इकोनॉमी बना रहेगा। അസമിലെ ഗുവാഹട്ടിയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വർണ്ണാഭമായ ചടങ്ങുകളാണ് അസമിലെ ഗുവാഹട്ടിയിൽ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങൾ. স্বপন করে এক নান্দনিক ঝলক লাগে এই ঝুমুর বিনন্দিনী। मैं सबके अनुरोध জানাই सबके मोबाइल लाइट सब জ্বালাই दे। सबके अनुरोध জানাই যার যার হাতে মোবাইল লাইট আহে মোবাইল আহে सब मोदी डांगरे के सम्मान जनाई के खातिर लाइट सब জ্বালাই के नचवाई दे। সকলোৱে গানৰ তালে তালে মোবাইল বিলাক নচলাই থাকিলে ভাল লাগিব। মুনি ডাঙৰীয়াই দেখি খুব ভাল পাব। আপনি সব জানিল এই চাহ শিল্প সঙ্গে মাননীয় প্রধানমন্ত্রী मोदी जी के एक पुराना रिश्ता है और आज এই চাহ শিল্প বা हरियाली कृषि के संगेও एकदम सामने से परिचय हुए संगे संगे सारा विश्व के हमनी के कृषि झुमुर के परिचय कराई दी। और काठिया गिरमिटिया सालाने मिटान बोन के और हमने की खून के पानी करके कारी घाम माटी में गिराई के रेशन आटा छाल और छाल बुंजा निमक चापानी खाई के हमने के आसाम बनाई। ए समय रहे हमने के दुखे दुखे रहे आज समय के संगे संगे हमने बदलते दुनिया के आगे जे लोग हमने के कला कृषि के सिनाका कराई देते आहे रकम ये सरकार के सहयोग में हमने शिक्षा दीक्षा में बहुत आगे बढ़ते। मैं सबाई के यात्रा में माननीय मोदी डांगरिया हमने के मुख्यमंत्री हेमंत बिश्व शर्मा डांगरिया के और जोर से हाथ ताली बजाई के धन्यवाद देखले बोलते। അസമിലെ ഗുവാഹട്ടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ശേഷം അദ്ദേഹം സർസജായി സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ്. ജുമോയിൽ ബിനന്ദിനി പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് ബഗൽപൂരിൽ PM കിസാൻ പദ്ധതിയുടെ 19ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 10 കോടിയോളം കർഷകർക്ക്
21,500 കോടിയിലധികം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. കൂടാതെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ ഗൂഗിൾ മിഷന്റെ കീഴിൽ ആരംഭിച്ച മികവിന്റെ കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ടെക്സ്റ്റൈൽസ്, ടൂറിസം, സാങ്കേതികവിദ്യ എന്നീ മേഖലകൾ ഇന്ത്യയുടെ വികസനത്തിന് ഊർജ്ജമേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ മേഖലകൾക്ക് സാധിക്കും. ഇന്ത്യ രണ്ടാമത്തെ വലിയ പരുത്തി ഉൽപ്പാദക രാജ്യമാണ്. ഇന്ത്യയുടെ പരുത്തി തലസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ പരുത്തി വിതരണത്തിൻ്റെ 25% മധ്യപ്രദേശിൽ നിന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭോപ്പാലിൽ ആഗോള നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत के विकसित भविष्य में 3 सेक्टर्स की बहुत बड़ी भूमिका रहने वाली है. ये तीनों सेक्टर्स करोड़ों नई जॉब क्रिएट करने वाले हैं. ये सेक्टर्स हैं टेक्सटाइल, टूरिज्म और टेक्नोलॉजी. आप टेक्सटाइल के सेक्टर को ही देखें तो भारत कॉटन, सिल्क, पॉलिएस्टर और विस्कोस का दूसरा सबसे बड़ा प्रोड्यूसर है. भारत का टेक्सटाइल सेक्टर करोड़ों लोगों को रोजगार देता है. भारत के पास टेक्सटाइल से जुड़ी एक पूरी ट्रेडिशन भी है, स्किल भी है और एंटरप्रेन्योरशिप भी है. और मध्य प्रदेश तो एक प्रकार से भारत की कॉटन कैपिटल है. भारत की करीब 25% ऑर्गेनिक कॉटन सप्लाई मध्य प्रदेश से ही होती है. എട്ടാമത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. നിയുക്ത MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കറായി BJP-യുടെ മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്തയെ തെരഞ്ഞെടുത്തു. ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. APS സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന 14 CAG റിപ്പോർട്ടുകൾ നാളെ നിയമസഭയിൽ വയ്ക്കും. വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരികാടകുലം. BJP സർക്കാരിൻ്റെ നന്ദഗോപൻ ചിരികാണ്. നന്ദൻ, ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായതിനൊപ്പം സുപ്രധാനപ്പെട്ട ചില ബില്ലുകളാണ് നാളെ 14 CAG റിപ്പോർട്ടുകളാണ് നാളെ നിയമസഭയിൽ വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്ത ഇന്ന് നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം മന്ത്രിമാരായി ചുമതലയേറ്റ മറ്റ് MLA-മാരും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പങ്കെടുത്തു. AAP-യുടെ അടക്കം BJP-യുടെ MLA-മാരെല്ലാം തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സ്പീക്കറായി വിജേന്ദ്ര ഗുപ്തയെ തിരഞ്ഞെടുത്തു. ഇന്ന് ആദ്യ ദിനമായിരുന്നു. ആദ്യ ദിനം തന്നെ ഏതാണ്ട് 15 മിനിറ്റോളം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. പ്രതിപക്ഷം അകാരണമായി ബഹളം വെച്ചതായിരുന്നു ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രധാനമായി കാരണമായത്. ഭഗത് സിംഗിൻ്റെ അതേപോലെ തന്നെ അംബേദ്കറുടെയും ചിത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടുത്തു മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു AAP-യുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധമുണ്ടായത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത്, ആദ്യ ദിവസമാണ്, സഭയുടെ അന്തസ്സ് പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുമായി മുന്നോട്ട് പോകുവാൻ, സഭാ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി സഹകരിച്ചില്ല. തുടർന്ന് 15 മിനിറ്റോളം സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീട് സഭ വീണ്ടും മുന്നോട്ട് പോവുകയുണ്ടായി. നാളെ വീണ്ടും സഭാ നടപടികൾ ചേരുന്നുണ്ട്. 3 ദിവസത്തേക്കാണ് സഭ സമ്മേളിച്ചത്. നാളെ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നാളെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. ഒപ്പം ഇതിനൊപ്പം തന്നെ CAG റിപ്പോർട്ട് 14 CAG റിപ്പോർട്ടുകൾ നാളെ സഭ ടേബിളിൽ വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. AAP സർക്കാരിൻ്റെ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മദ്യനയ അഴിമതി അടക്കമുള്ള അഴിമതികൾ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അതിൽ മദ്യനയ അഴിമതി ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ കുടിവെള്ള വിതരണ അഴിമതി അടക്കം അതിൽ ഉൾപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ BJP നടത്തിയ പ്രസ്താവന, അല്ലെങ്കിൽ BJP അവരുടെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയത് സഭ സമ്മേളിക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അഴിമതികൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി തന്നെ സഭയിൽ വെക്കുമെന്നുള്ളതാണ്. അതാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട് 14 CAG റിപ്പോർട്ടുകൾ, ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ രൂപം നാളെ സഭാതലത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള സഭ പ്രക്ഷുബ്ധമാകാൻ ഇത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ, ഈ ആം ആദ്മി പാർട്ടി എത്രമാത്രം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം ഡൽഹിയിലെ ജനതയ്ക്ക് അർഹമായ പരിഗണന നൽകേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ അത് നൽകാതെ പോയി തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ ഈ CAG റിപ്പോർട്ടിൽ, അതായത് കേന്ദ്ര ഫണ്ടിൻ്റെ വിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഈ CAG റിപ്പോർട്ടിലുണ്ടാകും.
അഴിമതികളുടെ കൃത്യമായൊരു നേർചിത്രം തന്നെ ഈ CAG റിപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സുരേഷ്. യെസ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആം ആദ്മി പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത മുൻ ഡൽഹി സർക്കാർ ഖജനാവ് കാലിയാക്കിയെന്നും എന്നാൽ ഡൽഹിയെ വികസനത്തിന്റെ പാതയിലെത്തിക്കാൻ BJP സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും രേഖ ഗുപ്ത പറഞ്ഞു. മഹിളാ സ്മൃതി യോജനയ്ക്ക് കീഴിൽ അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വരെ ഓണറേറിയം നൽകും. വിശദമായ ആസൂത്രണത്തോടെ ഓരോ പദ്ധതിയും നടപ്പിലാക്കുമെന്നും രേഖ ഗുപ്ത വ്യക്തമാക്കി. ചരിത്രത്തിലാദ്യമായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ആവേശത്തിലാണ് ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം. നക്സൽ സ്വാധീന ഗ്രാമമായ കെൽപെൻഡ നിവാസികളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു പോളിംഗ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കൊള്ളർപാണ്ട നിവാസികൾ വോട്ട് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു നക്സൽ സ്വാധീന ഗ്രാമമായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയ ഭീകരർ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അവരെ അകറ്റി നിർത്തി. എന്നാൽ കൊർലപ്പാണ്ടയിലെ നിവാസികൾ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഛത്തീസ്ഗഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ ഇവർ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടത് തൊഴിലും നല്ല ജീവിത സാഹചര്യവുമാണ്. അതിനാലാണ് വോട്ടിംഗിന്റെ ഭാഗമായതെന്ന് ഗ്രാമവാസികൾ ഒരുപോലെ പറയുന്നു. आज वोटिंग वगैरह भी अच्छी मतलब हो रहा है. जनसंख्या भी बहुत जमा हो चुके हैं वोटिंग के. यहाँ पहली बार वोटिंग हो रहा है. हाँ, पहली बार यहाँ वोटिंग वगैरह पहली बार हो रहा है. दोबारा ने उन लोग जनता भी नहीं समझते कि कैसा वोट डालना बोल को भी तो बोल ही रहे हैं, लेकिन नहीं जानते बोल चीखा दे रहे थोड़ा थोड़ा. पहली बार वोट डाल दिए इस साल से और अच्छा है मेरे को भी. गांव का आदमी को भी जमा करके. मैं अपने ग्राम तिरलापिंदा पंचायत से बोल रहा हूँ. जो हमारे यहाँ वो पहले वोटिंग नहीं होता था. 75-16 के बाद जो हमारे यहाँ वोटिंग हो रहा है, जो पूरे पब्लिक आ रहे हैं, पूरा हर लोग आ रहे हैं यहाँ से और भी कम से कम मिनिमम 20-25 किलोमीटर है हमारे पंचायत पर. तो सारे गाँव वाले आ रहे हैं पूरी तरह से उत्साह के साथ हमारे यहाँ वोटिंग हो रहा है. വോട്ടർമാരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരുന്നു പോളിംഗ്. ഛത്തീസ്ഗഡിലെ നക്സൽ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണിത്. അടുത്ത വർഷം മാർച്ചോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. അടുത്തിടെ നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബസ്തർ, സുക്മ, ബിജാപൂർ തുടങ്ങിയ നക്സൽ സ്വാധീന മേഖലകളിലെല്ലാം കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. മുൻപ് മാവോയിസ്റ്റുകളുടെ ആഹ്വാനപ്രകാരം വോട്ടിംഗ് ബഹിഷ്കരിച്ചിരുന്ന ജനങ്ങളിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുകയാണ്. ജനം, ഡൽഹി. ഉക്രൈനെ പിന്തുണ അറിയിച്ച് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ജസ്റ്റിൻ ട്രൂഡോയും തലസ്ഥാന നഗരമായ കീവിലെത്തി ചർച്ച നടത്തി. ഉക്രൈന്റെ പ്രതിരോധവും ട്രംപിന്റെ നിലപാടുകളും സംബന്ധിച്ചായിരുന്നു ചർച്ച. 3 വർഷമായി പ്രതിരോധം തുടരുന്ന ഉക്രൈന്റെ നിലപാട് ധീരമെന്നും നേതാക്കൾ. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ നേതാക്കളൊക്കെയും ഉക്രൈൻ്റെ നിലപാടിനെ ശ്ലാഘനീയം, ധീരം എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ചർച്ച നടന്നത്? യൂറോപ്പിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ഇന്ന് യുക്രൈനിലെ കീവിലെത്തി ആ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമാണ് കണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് കർശനമായ നിലപാടുകൾ യുക്രൈനെതിരെ പുലർത്തുകയും അതുപോലെ തന്നെ റഷ്യയുമായി ചർച്ചകൾ തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അമേരിക്കയുമായി എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന പല രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ യുക്രൈന് കൃത്യമായ പിന്തുണ ഉറപ്പാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള നീക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരിക്കുന്നു. ഇത്തരത്തിൽ 2 ഘടകങ്ങളും ഏറെ അനുകൂലമായി യുക്രൈന് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരും ഇന്ന് യുക്രൈൻ സന്ദർശിക്കുകയും യുക്രൈൻ പ്രസിഡന്റിനെ ഉറപ്പ് നൽകുകയും ചെയ്തത് പിന്തുണ. അത്തരത്തിലൊരു സാഹചര്യം വളർത്തിക്കൊണ്ടുവന്ന് കൃത്യമായ ഒരു പ്രതിരോധം യുക്രൈൻ ഉറപ്പാക്കുക, യുക്രൈന് നേരെ വീണ്ടും യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം റഷ്യക്ക് ഇല്ലാതാക്കുക, അതിനെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിനുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നീക്കമുണ്ടാവുക എന്നീ ആവശ്യങ്ങളൊക്കെയാണ് നേരത്തെ തന്നെ യുക്രൈന്റെ ഭാഗത്തു നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്, കെയർ സ്റ്റാമർ ഉൾപ്പെടെ വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി സംഭവവികാസങ്ങൾ ഇനിയും അന്താരാഷ്ട്ര തലത്തിൽ ട്രംപുമായി നേരിട്ടിടപെടാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കാനിരിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക എന്ന നീക്കമാണ് 3ാം വാർഷികത്തിൽ, യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ 3ാം വാർഷികത്തിൽ ഇവരെല്ലാവരും തന്നെ യുക്രൈനിലെ കീവിലെത്തി ഈ നിലപാടുകൾ
പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ധീരമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തുന്നത് എന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇത് യൂറോപ്യൻ യൂണിയന്റെ 18ഓളം രാജ്യങ്ങളിലെ തലവന്മാർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയം. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.